ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ട് നമ്മൾ സംസാരിക്കുവാനിടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായിരുന്നു. ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മൾ ദൈവത്തിൽ സംസാരിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി നാൾ മുതൽ സ്നേഹത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചോർത്ത് ഇത് സ്തുതിക്കുന്നു. ഞാൻ മഴക്കാല ഫെയ്ത്ത് യോള സെമിനാരിയിലെ പഠനത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ ബൈബിൾ സ്കൂളിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണല്ലോ. ബൈബിൾ സ്കൂളിലേക്ക് ഞാൻ പഠനത്തിന് വേണ്ടി കടന്നു പോയപ്പോൾ അവിടുത്തെ വളരെ സീനിയറായിട്ടുള്ള ഒരു ഗ്രൂപ്പിലെ ഒരാളായിരുന്നു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ മറ്റാളുകൾ. കർത്താവിൻ്റെ ദാസനെ അന്നു മുതൽ പരിചയപ്പെടുവാനും ഞങ്ങൾക്ക് തമ്മിൽ പല കാര്യങ്ങൾ സംസാരിക്കുവാനും ഒക്കെയും കർത്താവ് അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസന് അന്നു മുതൽ എനിക്കൊരു ബഹുമാനം കർത്താവിൻ്റെ ദാസനോടുണ്ടായിരുന്നു. കാരണം തൻ്റെ ജീവിത ശൈലികളും തൻ്റെ വാക്കുകളും ഒക്കെയും എന്നെ ആകർഷിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി വളരെയധികം ശക്തമായി പ്രയോജനപ്പെടുന്ന കർത്താവിൻ്റെ ദാസനാണ്. വളരെ ആഴമേറിയ ദൈവിക സന്ദേശം നൽകുന്ന വചനത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും ആമേൻ ഒന്നും മറച്ചു വെക്കാതെ വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ റോയിച്ചൻ കർത്താവിൻ്റെ ദാസൻ്റെ ചർച്ചിൻ്റെ അന്ന് ഖത്തറിൽ പ്രിയ ബെൻസൺ പാസ്റ്റർ ചർച്ചിൽ മെമ്പറായിട്ട് ഇരുന്നയാളാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാസനെയും ധാരാളമായി ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. കാരണം കർത്താവ് തന്നെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ നന്മകളും കർത്താവിൻ്റെ ദാസന് ദൈവം ചൊരിയട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കും. ദാസൻ ഖത്തറിൽ പാസ്റ്ററായിട്ട് ചർച്ചിൻ്റെ ചോറിൻ്റെ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അത് മാത്രമല്ല മിഡിൽ ഈസ്റ്റിൻ്റെ വേൾഡ് മിഷൻ ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ വെപ്പം കൂടെയാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ദൈവം സംസാരിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവം നല്ലതായിരിക്കാം. നമ്മുടെ കരകളെ അടിച്ച കർത്താവിൻ്റെ ദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കർത്താവിന് മഹത്വം. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ക്രിസ്തുവിനായ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്ധ്യാവന്ദനം. പാസ്റ്റർ ഔദ്യോഗിക കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ബൈബിൾ സ്കൂളിലായിരിക്കുമ്പോഴാണ് ലൗജി പാസ്റ്റർ തന്നെ അറിയാവുന്നത്. എന്നാൽ ലൗജി പാസ്റ്റർ എനിക്ക് അതിന് മുമ്പേ അറിയാം. ഞാൻ ചെറുബാലകനായിരിക്കുമ്പോൾ എൻ്റെ പിതാവ് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്ററാണ്. അദ്ദേഹമാണ് എന്നെ സ്നാനപ്പെടുത്തി. അപ്പം അങ്ങനെ ആ കുടുംബവുമായിട്ട് അങ്ങനെ പരിചയങ്ങളുണ്ടായിരുന്ന സമയത്താണ് രാവിലെ ദാസൻ വചന പഠനത്തിനായി കടന്നു വരികയും അന്ന് മുതൽ ഇന്നയോളം വിവിധ തലങ്ങളിൽ സാഹചര്യങ്ങളിൽ ഒരുമിച്ച് സഹകരിക്കാൻ ദൈവം ഇടവരുത്തിയിട്ടുള്ളത്. ഈ രാജ്യത്തേക്ക് ദൈവം തന്നെ കൊണ്ടുവന്നല്ലോ. ദൈവത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. കുടുംബമായി ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. വ്യക്തിപരമായി കുടുംബമായി നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുന്നതിന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വളരെ നീണ്ട സമയം നമ്മുടെ ആരാധനയുടെ 3-1 സമയം അല്ല 3-2 സമയം വചനത്തിനായിട്ട് നമുക്കുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇങ്ങനെ ഇവിടെ ഇരുന്ന് ആരാധിച്ചപ്പോൾ എൻ്റെ ആദ്യകാല ശുശ്രൂഷയുടെ അനുഭവങ്ങളിലേക്ക് ഇന്ന സന്ധ്യയിൽ എൻ്റെ ഓർമ്മകളൊക്കെ കടന്നു. ഇതുപോലെ ഒരു ചെറിയ ക്ലാസ് റൂമിൽ ഏതാണ്ട് ഇത്രയും ആളുകൾ അല്ലെങ്കിൽ പക്ഷേ ഇതിൽ കുറച്ചാളുകൾ ആണ് എൻ്റെ ശുശ്രൂഷയുടെ ആരംഭം. ആ നല്ല നാളുകളെയൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കി. എന്നാൽ ആ നിലയിൽ നിന്നാണ് ഓരോ സ്ഥലത്തും കർത്താവ് അനുഗ്രഹിക്കുകയും വളർത്തുകയും വിശാലതകൾ വരുത്തുകയും ഒക്കെ ചെയ്തത്. ഞാനിത് പറയുന്നതിന് കാരണം 1-2 ഒഴിഞ്ഞ ബെഞ്ചുകളൊക്കെ ഇന്ന് നമുക്ക് കാണാം. ചില ദിവസം കൂടുതൽ കസേരകളാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു സ്കൂളിൻ്റെ ക്ലാസ് റൂമിൽ നോർമലി ഇങ്ങനെ ആരാധന നടത്തുമ്പോൾ അനേക ബെഞ്ചുകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ സ്കൂളിൽ ചെന്നതിന് ശേഷം ഈ ഒരാഴ്ച മുഴുവൻ കുഞ്ഞുങ്ങൾ അത് ഉപയോഗിക്കുന്നു. പിന്നെ ശനിയാഴ്ച ദിവസം അത് അടഞ്ഞു കിടന്നിട്ടാണ് ഞായറാഴ്ചയൊക്കെ ആരാധനയ്ക്ക് ചെല്ലുന്നത്. ആ സമയത്ത് ഈ ഡെസ്കുകളും ബെഞ്ചുകളും എല്ലാം പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കും. സാധാരണ നിലയിൽ ഒരു തുണിയുമായിട്ടൊക്കെ ചെന്ന് ഈ ഓരോ ഡെസ്കും ബെഞ്ചും തുറക്കുന്ന സമയത്ത്
പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. കർത്താവേ, ഇവിടെ ഇരിക്കാൻ ഒരാളിനെ അവിടുന്ന് കൊണ്ടുവരണം, ആത്മാക്കളെ തരണം. എന്നിട്ട് ആളൊക്കെ വരുന്നതിന് മുമ്പേ അല്ലേ ഓരോ ബെഞ്ചുകളിൽ മാറി മാറി ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും. കർത്താവേ, ഇവിടെ ഇരിക്കാനാണ്, ഇവിടെ ഇരിക്കാനാണ്. ദൈവം നമ്മൾ പ്രാർത്ഥന. ആദ്യത്തെ ആ സഭയിൽ എനിക്കറിയാം, ഞങ്ങള് ക്ലാസ് റൂമുകൾ പലതും ഞങ്ങൾ മാറേണ്ടി വന്നു, സ്ഥലമില്ല. ഒരു ആ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾക്ക് ആ സ്കൂളിൽ ഏറ്റവും വലിയ ക്ലാസ് റൂം അത് കഴിഞ്ഞു. ആ സ്കൂളിന്റെ വരാന്തയിൽ പലപ്പോഴും ബെഞ്ചുകൾ നിരത്തിയിട്ട് ആരാധന നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങളൊരു പക്ഷേ പറയും ബോംബെയിൽ പാസ്റ്റർ നടക്കും, പക്ഷെ കാനഡയിൽ നടക്കും. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് സഭ തുടങ്ങിയാലും ആളിനെ അവിടെ എത്തിക്കാൻ വിശ്വസ്തനാണ്. നമ്മൾ വിശ്വാസത്തോടെ വയ്ക്കുന്ന ചൂടിന്റെ മുമ്പിൽ ദൈവം നമ്മളെ ആകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററുടെ പ്രസംഗം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടല്ലോ. എത്ര പേരെയും കൂടെ അതുകൊണ്ട് നിങ്ങളതൊന്നും ശ്രദ്ധിക്കുക. നമ്മൾ വലിയ വലിയ കാര്യങ്ങളെ ശ്രദ്ധിക്കത്തുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ചെറിയ കാര്യങ്ങളിലാണ് നമ്മളോടുള്ള ദൈവശബ്ദമുള്ളത്. നമ്മൾ വലിയ ആനക്കാര്യം കേൾക്കാൻ ഇങ്ങനെ ഇരിക്കുക, അവിടെ ചേനക്കാര്യത്തിലൂടെയാണ് കർത്താവിന് ഇടപെടാനായിട്ടുള്ളത്. അത് നമ്മൾ മറന്നുപോകും. അദ്ദേഹം ബാംഗ്ലൂരിൽ ഒരു സഭയുടെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ച് 2 കൊല്ലം ആയപ്പോൾ, അദ്ദേഹം അത് തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ, മലയാളികളുള്ള സഭയായിരുന്നു. അതുകൊണ്ട് 2 കൊല്ലം ആയപ്പോൾ അവർ പറഞ്ഞു ഈ പുള്ളിയെ കൊള്ളത്തില്ല, ഈ പുള്ളിയെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ആ സഭയുടെ ചാർജിൽ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ പറഞ്ഞു വിടപ്പെട്ട ആ ദൈവത്തിന്റെ ദാസൻ 7 പേരോടുകൂടെ മദ്രാസിൽ ആരംഭിച്ച സഭയാണ് ഇന്ന് 30,000 പേരുള്ള സഭ. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ ആദരിക്കുന്ന സ്വർഗമുണ്ടെന്ന് നമ്മുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ജീവിതത്തിന്റെ അനുഭവത്തിലും ഒക്കെ വിശ്വസിച്ച് ഏറ്റെടുക്കുവാനും കൊണ്ട് ഇതുള്ളവരെ നമുക്കിടയായിത്തീരും. ദോഹയിലെ സ്ഥിതികളൊക്കെ അറിയാവുന്ന പലരും ഇതിൽപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ദോഹയിൽ വന്ന് ചാർജ് എടുത്ത സമയത്ത് ഒക്കെ അറിയാം. അവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് 7 വർഷങ്ങൾക്ക്. അപ്പോൾ ഒരു 100-ൽ താഴെ ആളുകൾ അന്ന് നമുക്കുണ്ട്. കുഞ്ഞുങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് ആരാധനയ്ക്ക് ഒരു 10-80 പേരൊക്കെ വരും, ജോലിയില്ലാത്തവർ. ആദ്യത്തെ സഭായോഗത്തിൽ ഞാൻ വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു നമുക്കൊരു 500 പേരുള്ള സഭയോട് വേണം. നമ്മുടെ വെല്ലിക്കാതിരുന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രഖ്യാപനമൊക്കെ നടത്തുന്നത്. അപ്പോഴേ എല്ലാവരും എൻ്റെ മുഖത്തേക്കൊക്കെ നോക്കി. നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ടല്ലോ, പുത്തനച്ചി എവിടെ തൂക്കുമെന്നോ, മുറ്റം തൂക്കുമെന്നല്ല, അവിടെ തൂക്കുക. ആ നോട്ടം ആചാര്യന്മാരൊക്കെ എന്നെ നോക്കി, വേറെപ്പുറം തൂക്കുന്ന പണിയായതെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഈ മുഖം കാണുമ്പോൾ അറിയാമല്ലോ അകത്തന്നെ ഇരിക്കുന്നതെന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ വന്നു പോയതെല്ലാം കൂടെ കൂട്ടി 500 അല്ല. ഇപ്പൊ നമുക്ക് 400+ ആൾക്കാർ നമുക്ക് ആരാധിക്കാനായിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആണല്ലോ ഗൾഫിൽ, നിങ്ങൾക്ക് അറിയാം. അങ്ങനെ വന്നു പോയതെല്ലാം കൂടെ കൂട്ടിയാൽ നമ്മുടെ വാക്കുകൾക്കൊക്കെ അപ്പുറം. ഞാൻ ഇപ്പോഴും എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവും കൈവിട്ടിട്ടില്ല. മറ്റൊരു ദേവദാസം അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അന്ന് പ്രസ്താവിച്ച നമ്പർ കടന്നേൽപ്പിക്കണമെന്ന് വെച്ച് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന അസാധ്യതകളുടെ മണ്ഡലങ്ങളാണ്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകളെ നമ്മൾ സാധ്യതകളുടെ മണ്ഡലങ്ങളിലേക്ക് നോക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളിലൂടെ ദൈവത്തിന് വലിയ ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളത് സംശയമില്ലാത്ത വസ്തുതയാണ്. ഈ റൂമൊക്കെ കവിഞ്ഞിട്ട് അടുത്ത ദിവസം വരും. അതിനാഴമേക്ക് സമർപ്പണം ഉണ്ടാകണം. സമയമൊക്കെ ഒന്നും നോക്കാതെ കൊണ്ട് ഇനി യോഗം കഴിഞ്ഞിട്ടായാലും ആഗ്രഹമുള്ളവർക്ക് വേറെ കസേര മാറി മാറി പ്രാർത്ഥി. MD ചെയർ ഏതാണെന്ന് നോക്കണം, അവിടെ കയറിയിരിക്കണം. ഇത് അവിടെ നിന്ന് പ്രാർത്ഥി. അടുത്ത ആഴ്ച കൊണ്ടിരിക്കാൻ ആള് വേണം കർത്താവിൽ. അല്ല, നമ്മുടെ ടൈം ബൗണ്ട് പരിപാടിയിലൊന്നും കാര്യങ്ങൾ ഓടത്തില്ല. ഞാനാണ് ഇപ്പോഴും വൈകിട്ടത്തെ മീറ്റിംഗ് 7:30 തുടങ്ങത്തുള്ളൂ. എന്നാൽ 6 മണിക്ക് മുമ്പേ ഞാൻ ചർച്ചിലെത്തും. അതിലൊക്കെ നടന്നു. ഞാൻ എൻ്റെ മുഖത്ത് പറയാനല്ലോ പറയുന്നത്. ചുമ്മാ ആ പുറത്തൊക്കെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും.
നമ്മുടെ വലിയ മിടുക്കുകൊണ്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ടൊന്നും അല്ല കാര്യം സാധിക്കുന്നത്. കർത്താവ് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ദൈവം ചെയ്യട്ടെ. സഭയെ ദൈവം വളർത്തട്ടെ. ദൈവത്തിന്റെ ദാസനെ ദൈവം ആദരിക്കട്ടെ. നിങ്ങളെയൊക്കെ ദൈവം മാനിക്കട്ടെ. കർത്താവിന്റെ വേലയ്ക്ക്, ദൈവത്തിന്റെ സഭയുടെ വളർച്ചയ്ക്ക് ചുമൽ കൊടുക്കുവാൻ എവിടെ ആര് തയ്യാറായിട്ടുണ്ട് അവരെയൊക്കെ തമ്പുരാൻ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ളത് സംശയമില്ലാത്ത. നമുക്കറിയാം, പ്രവർത്തികളിലും ആദിമസഭാ ചരിത്രത്തിലും ഒക്കെ സഭകളുടെ ആരംഭങ്ങൾ ഇനി നമ്മുടെ നാട്ടിലെ ചരിത്രം എടുത്താലും ഏതെങ്കിലുമൊക്കെ ചില കുടിലുകളില്, ചെറിയ ചില വീടുകളിലൊക്കെയാണ് ദൈവസഭകളുടെ പ്രവർത്തനങ്ങൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ സഭാ കൂടി വരവ് ആരംഭിച്ച, അതിന് ചുമൽ കൊടുത്തു നിന്ന ഏതെങ്കിലും ഒരു കുടുംബം അന്യം നിന്നുപോയ, താഴ്ച ഭവിച്ച ചരിത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെ നിന്നെങ്കിലും കൊണ്ടുവരാമോ? ഞാനിങ്ങനെയുള്ള ഇല്ല. ദൈവം അതിനെയൊക്കെ ആദരിച്ചിട്ടുണ്ട്. ചുമൽ കൊടുത്തവരെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്. ദൈവം അതിന് പിന്നെയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരാം. ദൈവാത്മാവ് എങ്ങനെ നമ്മളെ നയിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. 73-ാമത്തെ സങ്കീർത്തനം, അതിന് 24-ാമത്തെ വാക്യം. കാണാതാക്കിയാലും പറയാമെങ്കിൽ അങ്ങ് പറഞ്ഞു, ഇല്ലെങ്കിൽ അങ്ങ് വായിച്ചു. കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന, എപ്പോഴും വായിക്കുന്ന ഒരു വാക്യം ആയതുകൊണ്ട് അത് തന്നെ. നിന്റെ ആലോചനയാണ് നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അപ്പോൾ അതിന്റെ ആരംഭ ഭാഗം, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. നമ്മൾ ഈ സങ്കീർത്തന പ്രസംഗം കേട്ട് കേട്ട് പഴയ ബന്ധുക്കോസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുഷിഞ്ഞവരാ, എനിക്കറിയാം. ഇങ്ങനത്തെ വാക്യവും വായിക്കും, പിന്നെ നമ്മൾ ആസാദിന്റെ പുറകെ ഒരു പോക്കും പോകും, അല്ലെങ്കിൽ ദാവീദിന്റെ പുറകെ നമ്മളൊരു ചാട്ടം ചാടും. അതാണ് നമ്മൾ സാധാരണ. നിങ്ങൾക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചപ്പോൾ തന്നെ അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ആസാമിന്റെ പുറകെ ഓടാനൊന്നുമല്ല ഈ വാക്യം വായിച്ചത്. വളരെ ചെറിയൊരു വാക്യം, പക്ഷേ അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. നമ്മൾ വായിക്കുന്നു, നിന്റെ ആലോചനയാണ് നീ എന്നെ നടത്തും. ഈ ആലോചന ഇവിടെ കൗൺസിൽ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കൗൺസിലിനും കൗൺസിലിങ്ങിനും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പാർക്കുന്ന ഈ രാജ്യത്തൊക്കെ ഒരുപാട് കൗൺസിലേഴ്സ്, ഇപ്പൊ നമ്മുടെ രാജ്യങ്ങളിൽ പോലും കൗൺസിലേഴ്സ് ഒത്തിരി അവൈലബിൾ ആണ്. പണ്ടുകാലത്ത് നമുക്ക് അങ്ങനെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ കൗൺസിലേഴ്സ് ഇല്ലായിരുന്നു. വല്ല ഉള്ളത് കൗൺസിലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നത് ഏതെങ്കിലും ജില്ലാ പഞ്ചായത്തിലോ അങ്ങനെയുള്ളിടത്തൊക്കെ ഉള്ള ചില സ്ഥാനങ്ങൾ വഹിക്കുന്ന കൗൺസിലേഴ്സ് ആയിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പ്രത്യേക ബുദ്ധി ഉപദേശിക്കുന്ന, ആലോചന പകരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരിക. അതിന്റെ ആവശ്യകത കൂടി വരും. ഒരു വശത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കുന്നു, വിദ്യാഭ്യാസത്തിൽ വളരുന്നു, അതുപോലെ മാധ്യമ രംഗങ്ങളിലായാലും ആശയവിനിമയ രംഗത്തായാലും ഒക്കെ മനുഷ്യൻ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കുതിച്ചുചാട്ടത്തിന്റെ നടുവിലും മനുഷ്യര് അജ്ഞരായിട്ട്, അല്ലെ നാടൻ ഭാഷ പറഞ്ഞ പോട്ടന്മാരായിട്ട് എന്ന് പറഞ്ഞാൽ, ഏതൊരു കാര്യത്തിനും മറ്റൊരു തന്നെ ആലോചന വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അവനെ പിന്നെ എന്നാ വിളിക്കുന്നു?